കള്ളിയങ്കാട്ട് നീലി പ്രതികാരദുർഗയായി പുനർജന്മം കൊണ്ട യക്ഷിയമ്മ പല പേരുകളിൽ വാഴ്ത്തപ്പെടുന്നു. നീലി, പഞ്ചവൻകാട്ട് നീലി, കള്ളിയങ്കാട്ട് നീലി, ഒടുവിൽ അഭീഷ്ടദായിനിയായ മുപ്പന്തൽ ദേവിയായി എക്കാലവും പൂജിക്കപ്പെടുന്നു. ആരെയും മയക്കുന്ന വശ്യ സൗന്ദര്യത്തിന്റെ മൂർത്തീഭാവമായ കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയുടെ വാസസ്ഥലം എന്ന് കരുതുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചവൻകാട്. ആരെയും മയക്കുന്ന വശ്യ സൗന്ദര്യമായിരുന്നു നീലിക്ക്. ലക്ഷ്മി എന്ന ആ സുന്ദരി നീലിയായ കഥയിലേക്ക്. കൊല്ലവർഷം 30കളിൽ പഴകന്നൂർ ദേശത്ത് വാണിരുന്ന ഒരു ദേവദാസിയായ ശിവകാമിയുടെ പുത്രിയായിരുന്നു ലക്ഷ്മി. സുന്ദരിയായ അവൾ അടുത്തുള്ള കോവിലിലെ പൂജാരിയുടെ മകനായ വേലവനുമായി പ്രണയത്തിലായി. പിന്നീട് വിവാഹവും നടന്നു. വേലവന്റെ ദുർനടപ്പും ധൂർത്തും കാരണം കുടുംബം അയാളെ ആ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. കൂടെ ലക്ഷ്മിയും അയാളോടൊപ്പം യാത്രയായി. വഴിമധ്യയുള്ള വിശ്രമവേളയിൽ ലക്ഷ്മിയാണ് തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ചിന്തിച്ച് വേലവൻ അവളെ കൊല്ലുന്നു. തന്റെ ക്രൂരകൃത്യത്തിന് ആരും സാക്ഷിയില്ലെന്ന സമാധാനത്തോടെ വേലവൻ നടന്നു. അയാൾ ഒരു വഴിക്കിണറിനരികിലെത്തി. അവിടെ പാളയം കയറും കണ്ട് വെള്ളം കോരി കൈകാൽ കഴുകി ദാഹം തീർക്കാമെന്ന് കരുതി കയർ കയ്യിലെടുത്തതും കയറെന്ന് കരുതി പിടിച്ചത് പാമ്പിനെയായിരുന്നു. പാമ്പ് കടിയേറ്റ് വീണ വേലവൻ അപ്പോൾ തന്നെ പിടഞ്ഞു മരിച്ചു. ലക്ഷ്മിയെ കാണാഞ്ഞ് അന്വേഷിച്ചിറങ്ങിയ സഹോദരൻ കള്ളിമുൾക്കാട്ടിൽ മരിച്ചു കിടന്ന ലക്ഷ്മിയെ കാണുകയും ദുഃഖം താങ്ങാനാവാതെ അവിടെ കെട്ടിത്തൂങ്ങി മരിക്കുകയും ചെയ്തു. അങ്ങനെ ലക്ഷ്മിയും സഹോദരനും പുനർജന്മമായി ചോള രാജാവിന്റെ കുട്ടികളായി നീലനും നീലിയുമായി ജനിക്കുന്നു. ഇവർ ജനിച്ചതിൽ പിന്നെ രാജ്യത്തുടനീളം ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ചോളരാജാവ് കുട്ടികളെ ചോള രാജ്യത്തിന്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപമുള്ള പഞ്ചവൻകാട്ടിൽ ഉപേക്ഷിച്ചു. അതിന് സമീപമായുള്ള പഴകന്നൂർ ഗ്രാമമായി പിന്നീട് കുട്ടികളുടെ വിഹാര കേന്ദ്രം. മഹാമാന്ത്രികനായ നാഗർകോവിൽ നമ്പിയെ വരുത്തി നീലനെ ആവാഹിച്ച് തളയ്ക്കാൻ ഗ്രാമവാസികൾക്കായെങ്കിലും നീലിയെ തളയ്ക്കാനായില്ല. ഇതിനിടയിൽ നാഗർകോവിൽ നമ്പിയെ നീലി കൊലപ്പെടുത്തി. ഈ സമയത്ത് തന്നെ വേലവന്റെ പുനർജന്മമായ ആനന്ദൻ പഞ്ചവൻകാട് വഴി മുസിരിസിലേക്ക് വ്യാപാരത്തിനായി പോകാനൊരുങ്ങി. കയ്യിൽ മാന്ത്രിക ദണ്ടുണ്ടായിരുന്നതുകൊണ്ട് ആനന്ദനെ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല. അയാൾ ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തിയെങ്കിലും നീലി വേഷം മാറി വന്ന് ഗ്രാമവാസികളെ പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ആനന്ദൻ അത് യക്ഷിയാണെന്ന് ഗ്രാമവാസികളോട് പലതവണ പറഞ്ഞെങ്കിലും അവരത് വിശ്വസിച്ചില്ല. യക്ഷി ആനന്ദനെ എന്തെങ്കിലും ചെയ്താൽ ഗ്രാമവാസികൾ 70 പേരും അയാളോടൊപ്പം മരിക്കുമെന്നും അവർ സത്യം ചെയ്തു. നിവൃത്തിയില്ലാതെ അവിടെ കഴിഞ്ഞ ആനന്ദനെ നീലി വധിക്കുന്നു. പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചു കിടക്കുന്നത് കണ്ട ഗ്രാമവാസികൾ വാക്ക് പാലിക്കാനായി അഗ്നിപ്രവേശം ചെയ്തു. പിന്നീട് നീലി ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും ചെയ്യുന്നു. പിന്നീടും യക്ഷി അടങ്ങിയില്ലെന്നും പിന്നീട് ക്രൈസ്തവ പുരോഹിതനായ കടമറ്റത്ത് കത്തനാരാണ് നീലിയെ തളച്ചതെന്നും കത്തനാർ തളച്ച നീലിയെ പത്തനംതിട്ട ജില്ലയിലെ പരുമല വലിയ പനയന്നാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുടിയിരുത്തിയെന്നും മറ്റൊരു ഐതിഹ്യം.